സർപ്പദോഷം അത് ഉള്ളതാണ്. നാഗസർപ്പത്തിന്റെ പ്രയാസങ്ങൾ, സർപ്പശാപം ഇതൊക്കെ ഉള്ളതാണോ? ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇത്തരം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇത്തരം സർപ്പപ്രയാസങ്ങൾ, പാമ്പിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ മാറ്റാം? ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ? ഞങ്ങൾ നിരന്തരമായി ഇഴജന്തുക്കളെ സ്വപ്നത്തിൽ ഞങ്ങൾ കാണുകയാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത്തരം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെങ്ങനെ മാറ്റാൻ നമുക്ക് സാധ്യമാകും? എങ്ങനെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്? ഇതിനെന്താണ് പരിഹാരം? ഇൻഷാ അല്ലാഹ് പരിപൂർണമായി നമ്മുടെ മജ്‌ലിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് സർപ്പദോഷം, എന്താണ് നാഗസർപ്പങ്ങൾ, എന്താണ് സർപ്പശാപം. ഇതൊക്കെ ഉള്ളതാണ്. സർപ്പദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മതസ്ഥർ അവർ ആരാധിക്കുന്നത് പോലെ സർപ്പക്കാവുകളും സർപ്പങ്ങൾ ആരാധിക്കുന്നത് ഇസ്ലാമികമായിട്ട് ശറഇന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സർപ്പദോഷം എന്നുള്ളതും സർപ്പശാപം എന്നുള്ളതും ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അതിനൊരു അടിസ്ഥാനവുമില്ല. അങ്ങനൊരു വിശ്വാസം ഇസ്ലാമിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സർപ്പദോഷമാണ്, സർപ്പശാപമാണ്, അല്ലെങ്കിൽ നാഗസർപ്പത്തിന്റെ പ്രയാസങ്ങളാണ്, നിങ്ങൾ വീടും പുരയിടവും എടുക്കുന്ന സമയത്ത് സർപ്പക്കാവുകൾ നശിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ സർപ്പപ്പുറ്റുകൾ നശിപ്പിച്ചത് കൊണ്ടാണ്, അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് സർപ്പത്തിനും അല്ലെങ്കിൽ പാമ്പുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ പുരയിടം എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ. അതിലെന്താണ് സത്യമുള്ളത്? അതെന്തെങ്കിലും സത്യങ്ങളുണ്ടോ? ഒരിക്കലും സർപ്പം എന്നുള്ളത് ഒരു ശാപം ഉണ്ടാക്കുന്ന ഒരു ജീവിയല്ല. പാമ്പ് എന്നുള്ളത് ഒരു ശാപം ഉണ്ടാക്കുന്ന ഒരു ജീവിയല്ല. അത് ആദ്യം അതിന്റെ അടിസ്ഥാനം ശാപം ഉണ്ടാക്കുന്ന ഒരു ജീവിയല്ല പാമ്പ്. ശപിക്കുന്ന ഒരു ജീവിയല്ല പാമ്പ്. പക വെക്കുന്ന ഒരു ജീവിയല്ല പാമ്പ്. കാരണം അതിനൊരിക്കലും പക ഉണ്ടാവില്ല. ഒരിക്കലും ഈ പാമ്പ് എന്നുള്ളതിന് വസ്തുവിൽ ഒരിക്കലും പക ഉണ്ടാവില്ല. കാരണം ഒരു മിനിറ്റ് കണ്ട ആളെ പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞ് കാണുമ്പോൾ അതിന് ആളെ തന്നെ വ്യക്തമാവില്ല. കാരണം പാമ്പിന്റെ കാഴ്ച പോലും ഒരു റെഡ് യെല്ലോ ഷെയ്ഡിലാണ് പാമ്പിന്റെ കാഴ്ച. മഞ്ഞ ചുവപ്പ് നിറത്തിലാണ്. അത് ഏത് വസ്തു ആയിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, ഏത് വസ്തുവിനായാണെങ്കിലും പാമ്പിന്റെ കാഴ്ച പോലും മഞ്ഞ ചുവപ്പ് ഷെയ്ഡിലാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ തണ്ടവരിലാണ് പാമ്പ് ആദ്യം ആക്രമിക്കുക, കൊത്തുക. കാരണം അതിന്റെ ഇരയാണെന്ന് വെച്ചിട്ടാണ്. ഈ വരുന്നത് ഇതിന്റെ ഇരയാണെന്ന് വെച്ചിട്ട് മാത്രമാണ്. അല്ല നമ്മോട് ശാപം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ അച്ഛനെയോ അമ്മയോ നമ്മൾ കൊന്നതുകൊണ്ടോ, അല്ലെങ്കിൽ മക്കളെ കൊന്നതുകൊണ്ടോ അല്ല, ഒരിക്കലുമല്ല. ഒരു എലിയെ ദൂരഭാഗത്തുനിന്ന് ഒരു പുല്ലിന്റെ ഉള്ളിൽ നിന്ന് പാമ്പ് കാണണമെങ്കിൽ അതിന്റെ റെഡ് ഷെയ്ഡിലാണ് അതിന് കാണാൻ കഴിയുള്ളൂ, ചുവപ്പ് നിറത്തിൽ മാത്രം. പിന്നെ എങ്ങനെയാണ് പാമ്പിന് ശാപം ഉണ്ടാവുക? പാമ്പിന് എങ്ങനെയാണ് പകയുണ്ടാകുന്നത്? എവിടുന്നാണ്? ഇതൊരു മിത്ത് മാത്രമാണ്. ആദ്യകാലങ്ങളിൽ ഈ പാമ്പിന് ഇത്ര ഒരു ഫേമസ് ഉണ്ടാവാൻ കാരണം, പാമ്പ് വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ദോഷം സൃഷ്ടിക്കുന്ന, ശാപം സൃഷ്ടിക്കുന്ന ഒരു ജീവിയാവാനുള്ള കാരണം പഴയ രാജാക്കന്മാരുടെ കിരീടങ്ങളിൽ, അവരുടെ സിംഹാസനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും പാമ്പിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. കാരണം ഈ സർപ്പം എന്നുള്ളത് കൂടിയ വിഷം ചീറ്റുന്ന ഒരു ജന്തുവാണ്. ഒരു വസ്തു, ഒരു ഇഴജന്തുവിൽപ്പെട്ട ഒരു ജന്തുവാണ് സർപ്പം എന്നുള്ളത്. അപ്പൊ അതിനെ വലിയൊരു മുൻഗണന ആദ്യകാലങ്ങളിലേ കൊണ്ട് നടന്നിട്ടുണ്ട്. പാമ്പ് വലിയൊരു സംഭവമാണ് എന്നുള്ള നിലയ്ക്ക്.
അത് ഇസ്ലാം ഒഴികെയുള്ള മറ്റുള്ള മതസ്ഥരക്ക് നോക്കിക്കഴിഞ്ഞാലും പാമ്പ് എന്നുള്ളത് അത് വലിയൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ശറഇൽ ഇസ്ലാമില് പാമ്പ് 3 ജീവികളാണ് റസൂലുള്ളാഹി കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. പാമ്പ്, പല്ലി, തേള് 3 പ്രാവശ്യം അതിനോട് നീങ്ങാൻ പറയണം. പാമ്പ് ഒരു വീട്ടിന്റെ അകത്തുണ്ടെങ്കിൽ ഹദീസിൽ നമുക്ക് കാണാം 3 പ്രാവശ്യം അതിനെ പോകാൻ പറയണം. പിന്നീട് അത് പോയിട്ടില്ലെങ്കിൽ അത് എന്താണ്? അത് ജിന്നാണ്. പാമ്പിന്റെ രൂപത്തിലേക്ക് മാറി വന്ന ജിന്നാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒരു സഹാബിയുടെ വീട്ടിലേക്ക് തന്റെ വാതിലിന്റെ ഉള്ളിലൂടെ വന്ന് ഒരു നൂല് പോലെ വന്ന്, ഹദീസിൽ നമുക്ക് കാണാം, നൂല് പോലെ വന്ന് പിന്നെ വീടിന്റെ അകത്തായപ്പോൾ ഒരു പാമ്പ് രൂപത്തിലായി. റസൂലുള്ളാഹിനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ മുത്തനബി പറഞ്ഞത് എന്താണ്? അത് പാമ്പല്ല, അതെന്താണ്? പാമ്പ് രൂപത്തിലേക്ക് മാറി വന്ന ജിന്നായിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പാമ്പിന് ഒരു സ്ഥാനവുമില്ല, അതിന് പകവില്ല, അതിന് ശാപം ഉണ്ടാവില്ല, ഒരു സ്ഥാനവും പാമ്പിനില്ല. നമ്മുടെ സഹോദര മതസ്ഥരിൽ ധാരാളം ആളുകൾ അതിനെ ആരാധിക്കുന്ന ആളുകളുണ്ടാകാം, അതിനുവേണ്ടി പൂജകൾ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ നമ്മുടെ മതത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു വസ്തുവില്ല. നിങ്ങൾ അതിനു വേണ്ടി പൂജയോ അതിനു വേണ്ടിയുള്ള പണമോ നിക്ഷേപിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് പാമ്പ് സർപ്പദോഷം എന്നുള്ളൊരു ചിന്ത, അതുകൊണ്ട് പാമ്പ് എന്നുള്ളത് ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമായി സൃഷ്ടിച്ചു വെച്ചതുകൊണ്ടാണ് ഇതിനെ പേടിക്കുന്നതും ഇതിനൊരു ഭയമുള്ളൊരു വസ്തുവായിട്ട് നമ്മൾ കാണുന്നതും. കാരണം കൂടിയ ഇനത്തിൽപ്പെട്ട വിഷമുള്ളൊരു വസ്തു, ഒരു ജന്തുവായിട്ടാണ്. അതുകൊണ്ടാണ് പാമ്പിനെ ആരാധിക്കുന്നവരും അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ടാവാനുള്ള കാരണം അതാണ്. പിന്നീട് നമുക്ക് ഉണ്ടാവാം ആളുകൾക്കുള്ള സംശയമാണ്, സംശയമുള്ളത് സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മജ്‌ലിസ് കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം. ചില ആളുകൾക്കുള്ള സംശയം, ഞങ്ങൾ മന്ത്രിക്കുമ്പോൾ അവർ പാമ്പിന്റെ രൂപത്തിലേക്ക് ഇങ്ങനെ ചീറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പാമ്പ് രൂപത്തിലേക്ക് ആവുന്നുണ്ടല്ലോ, ചില ആളുകൾ പാമ്പ് പോലെ ഇഴയുന്നുണ്ടല്ലോ മന്ത്രിക്കുന്ന സമയത്ത്. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി മന്ത്രിച്ചപ്പോൾ അവര് പാമ്പിന്റെ രൂപത്തിലായിരുന്നു. നമ്മളും കാണാറുണ്ട്, നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളും നമ്മളും കാണാറുണ്ട് ആ വിഷയങ്ങളും. കാരണം അത് എന്തുകൊണ്ടാണ്? അത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിന്നുവർഗത്തിൽ ജിന്നിനും പിശാചിനും പാമ്പ് രൂപത്തിലേക്ക് ആവാൻ കഴിയും. പാമ്പ്, നായ, സിംഹം പോലുള്ള മൃഗങ്ങളുടെ രൂപത്തിലേക്ക് ജിന്നിന് കൺവേർട്ട് ആവാൻ കഴിയും. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ജിന്നിന്റെ ഒരു ക്ലാസ് പറഞ്ഞ സമയത്ത് അതിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ആവാൻ കഴിയും. അപ്പൊ അത്തരം പ്രയാസങ്ങൾ വന്ന ബുദ്ധിമുട്ടാണ് ഇവരിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് അത് പാമ്പിന്റെ രൂപത്തിലേക്ക് കഴിയുന്നത്, അത് പാമ്പ് രൂപത്തിലേക്ക് മാറുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഇസ്ലാമിക കാഴ്ചപ്പാടാവുമ്പോൾ അത് ജിന്നാണ്, അല്ലെങ്കിൽ പിശാചാണ്. അല്ലാതെ സർപ്പമോ സർപ്പദോഷമോ സർപ്പശാപമോ നാഗപ്രയാസങ്ങളോ അല്ല, ഒരിക്കലുമല്ല. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കുന്ന സമയത്ത് അത് ജിന്നിന്റെയും അല്ലെങ്കിൽ ചീത്ത ജിന്നിന്റെയും കാഫിർ ജിന്നിന്റെയും അല്ലെങ്കിൽ ചീത്ത ജിന്നിന്റെയും അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള പിശാചിന്റെ ബുദ്ധിമുട്ടുകളാണ്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ അവരുടെ പുറ്റുകൾ തകർത്തതുകൊണ്ടോ അവര് ജീവിക്കുന്ന ഭൂമിയിൽ നമ്മൾ വീടുണ്ടാക്കിയത് കൊണ്ടോ അല്ല, ഒരിക്കലുമല്ല. ഇത് ജിന്നിന്റെയും പിശാചിന്റെയും ഒരു ബുദ്ധിമുട്ടാണ് അവരിൽ വന്നു ചേർന്നത്. ഇങ്ങനെ മന്ത്രിക്കുന്ന സമയത്ത് ഇങ്ങനെ പാമ്പ് രൂപത്തിലേക്കാവുന്ന അവരിൽ വന്നു ചേർന്നത് പിശാചിന്റെയും ജിന്നിന്റെയും ബുദ്ധിമുട്ടുകളാണ്. ഇതുണ്ടായി കഴിഞ്ഞാൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഇത്തരം പാമ്പ് രൂപത്തിൽ വന്ന പിശാചിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയാണ് ഈ സർപ്പദോഷമെന്നും സർപ്പശാപമെന്നും നാഗസർപ്പത്തിന്റെ പ്രയാസങ്ങളുമെന്നും പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നത്. ഇത് ജിന്നിൽ നിന്നും പിശാചിൽ നിന്നും അതിന്റെ രൂപം മാറി കൺവേർട്ടായി വന്ന ആ ഒരു പിശാചിൽ നിന്നും വന്ന പ്രയാസങ്ങളാണ് ഈ പാമ്പ് രൂപത്തിൽ എഴുതുന്നതും പാമ്പ് രൂപത്തിൽ ഇങ്ങനെ കൈ നിവർത്തുന്നതും ചീറ്റുന്നതും. അതെല്ലാം ഇത്തരം
ബുദ്ധിമുട്ടുകളാണ്, പിശാചിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇത്രം പിശാചിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന അടയാളങ്ങളും ഇതിനെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇതിനെങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത്, ഇത്തരം പ്രയാസങ്ങൾ എങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത്, ശരീരത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് എന്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ധാരാളം ആളുകളാണ് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്നവർ തങ്ങൾ പറയുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, തങ്ങൾ പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇതിനെന്താണ് പരിഹാരം, എവിടേക്കാണ് ഞങ്ങൾ വരേണ്ടത്, എന്നാണ് ബുക്കിംഗ് ചെയ്യേണ്ടത് എന്ന് വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് വരേണ്ട, ഇനി വീട്ടിലുണ്ടാകുന്ന ഡേറ്റ്, കൺസൾട്ടിങ്ങിന് ഇരിക്കുന്ന ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പൈശാചികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഞങ്ങൾക്ക് ഇനി മാറ്റി നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഖൈർ നൽകണം. അല്ലാഹ് സത്യം മനസ്സിലാക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അല്ലാഹു ഞങ്ങൾക്ക് ഈ ഭാഗ്യം നൽകണം. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രയാസങ്ങൾ, ഇത്തരം പാമ്പ് രൂപത്തിൽ വന്ന പിശാചിന്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ടുകൾ, പാമ്പ് രൂപത്തിൽ വന്ന ശൈത്വാനിയത്തിന്റെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന കുറച്ച് അടയാളങ്ങളുണ്ട്. ഒന്നാമത്തെ അടയാളം തടസ്സമാണ്. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, എല്ലാത്തിനും തടസ്സങ്ങൾ, എല്ലാത്തിനും ഒരു മുട്ടുകെട്ടുകൾ, ഒരു മുട്ടുകെട്ട്, എല്ലാത്തിനും ഒരു മുട്ടുകെട്ട്, എവിടേക്കും ഇറങ്ങാൻ കഴിയാത്ത, നമ്മളെ വരിഞ്ഞു കെട്ടിയതുപോലെ ഉണ്ടാവാം. ഇതാരെങ്കിലും വിട്ടതാണെങ്കിലും, ഈ മൂർത്തികൾ ആരെങ്കിലും വിട്ടതാണെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ പിശാചിനെ, പാമ്പ് രൂപത്തിലുള്ള ഇത്തരം പിശാചിനെ ആരെങ്കിലും വിട്ടതാണെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവും. തടസ്സങ്ങൾ, നമ്മളെ വരിഞ്ഞു കെട്ടിയതുപോലുള്ള തടസ്സം. പിന്നെ ഉണ്ടാകുന്നത് ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുക, ചൊറിയുന്ന സമയത്ത് ഭാഗങ്ങളിൽ എങ്ങനെ തടിച്ചു പൊന്തുക. ചില ആളുകൾ ഇങ്ങനെ അടിച്ചാൽ മതി, അവിടെ ഇങ്ങനെ പൊന്തും. അത് ഇത്തരം പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന അടയാളമാണ്. രക്തക്കുറവുകളാണ് മൂന്നാമതായിട്ട് കാണിക്കുന്നത്. രക്തക്കുറവുകൾ, രക്തമില്ലായ്മ, ശരീരം ഇങ്ങനെ മെലിഞ്ഞു പോവാം, രക്തം ശരീരത്തിൽ ഇല്ല. നമ്മൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ രക്തക്കുറവാണ്, രക്തം കയറ്റണം, രക്തം കയറ്റണം എന്നൊക്കെ പറയാറുണ്ട്. ആ രക്തക്കുറവുകൾ ശരീരത്തിലുണ്ടാവും. പിന്നെ നീര് കാലിലൊക്കെ നീര് കെട്ടി തടിക്കുക. ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇത്തരം പിശാചിന് ആരെങ്കിലും വിട്ടതാണെങ്കിലും, ഇത്തരം മൂർത്തികൾ ആരെങ്കിലും വിട്ടതാണെങ്കിലും, അല്ലെങ്കിൽ ഇത്തരം ശൈത്താനിയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇത്തരം ജിന്നിന്റെ പ്രയാസം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ശരീരം ഇങ്ങനെ, കാലിങ്ങനെ നീര് കെട്ടിത്തടിക്കുക. ബന്ധങ്ങളിലുള്ള വിള്ളൽ, ഭാര്യ ഭർത്താക്കന്മാരുള്ള സ്നേഹം, അകൽച്ചകൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും വിട്ടതാണെങ്കിലും, ഇത്തരം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാകും. അകൽച്ചകൾ, ഒരു ഇണക്കുണ്ടാവില്ല. ഭാര്യ ഭർത്താവും എപ്പോഴും പിണക്കങ്ങൾ, മക്കള് തമ്മിൽ എപ്പോഴും അകൽച്ചകൾ, പിണക്കങ്ങൾ കാണാൻ സാധ്യമാകും. പിന്നെ ശരീരം പാമ്പ് രൂപത്തിലേക്ക് ഇങ്ങനെ മാറുക. അതിങ്ങനെ ചുളിയ, നല്ല ശരീരമായിരുന്നു, നല്ല തൊലിയായിരുന്നു, അതിങ്ങനെ ചുളിഞ്ഞ് ചില ആളുകളെ തൊലി നമുക്ക് കണ്ടാൽ അറിയാം. ഇത്ര ബുദ്ധിമുട്ടുള്ള ആളുകളെ തൊലി അതിങ്ങനെ പാമ്പ് രൂപത്തിൽ ഇങ്ങനെ ചുരുണ്ട് വരും. ഇത് അവസാനം കാണിക്കുന്ന ലക്ഷണമാണ്. അവരെ മന്ത്രിച്ചു കഴിഞ്ഞാൽ അവർ പാമ്പ് രൂപത്തിലേക്ക് അഴിയുന്നതും അത് ചീറ്റുന്നതും, അതിങ്ങനെ ഒരു സർപ്പം എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഇങ്ങനെ നിൽക്കും. ഒരു പാമ്പ് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്കും. അതുകൊണ്ട് അത് സർപ്പദോഷമാണെന്നോ അത് സർപ്പശാപമാണെന്നോ തെറ്റിദ്ധരിക്കരുത്. ഇത്തരം കൺവേർട്ടായി വന്ന, ഇത്തരം രൂപത്തിലേക്ക് മാറി വന്ന പിശാചിന്റെ ലക്ഷണങ്ങളാണ്, ജിന്നിന്റെ ബുദ്ധിമുട്ടുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങളാണ്. ഇനിയും ലക്ഷണങ്ങളുണ്ട്. ഇത്തരം ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട് കാണപ്പെടാറുള്ളത്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് 21 ദിവസം ആ വെള്ളത്തിലേക്ക് സൂറത്തുൽ യാസീൻ
പാരായണം ചെയ്ത് ഓരോ മുബീനത്തുമ്പോഴും മുബീനിലും ഓരോ മുബീനത്തുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നെ സൂറത്തുൽ മുസമ്മിൽ സൂറത്ത് പരിപൂർണമായി ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നെ സൂറത്തുൽ ജിന്ന് പരിപൂർണമായിട്ട് വെള്ളത്തിൽ ഓതി മന്ത്രിക്കുക. പിന്നെ സൂറത്തു സോഫാത്ത് പരിപൂർണമായിട്ട് വെള്ളത്തിൽ ഓതി മന്ത്രിക്കുക. ആ വെള്ളം കൊണ്ട് ഈ 4 സൂറത്തുകൾ പാരായണം ചെയ്ത ഈ വെള്ളം കൊണ്ട് രാവിലെ നിർന്ധലയിലൂടെ, അതായത് തലയുടെ ഹെഡിന്റെ മുകളിലുള്ള ഭാഗം, ആ ഭാഗത്തിലൂടെ വെള്ളം കൊണ്ട് ഒഴിക്കുക. ശരീരമാകെ വെള്ളം ഒലിപ്പിക്കുക, വെള്ളം കൊണ്ട് കുളിക്കുക. അങ്ങനെ 21 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ നിന്ന് ഇല്ലാതെയാകും. ഇത്തരം പാമ്പിന്റെ ശല്യങ്ങൾ, ഇത്തരം പാമ്പ് രൂപത്തിൽ വന്ന പിശാചിന്റെ ശല്യങ്ങൾ, ജിന്നിന്റെ ശല്യങ്ങൾ ശരീരത്തിൽ നിന്ന് പരിപൂർണമായിട്ടില്ലാതാകുമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന് വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. എവിടെ കൊണ്ടുപോയി പൈസ ഇടും വേണ്ട, അതിനുള്ള കർമ്മങ്ങളോ പൂജകളോ അതൊന്നും ചെയ്യണ്ട. അതാരെങ്കിലും ചെയ്താൽ, ആചാര കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ മുർത്തദ്ദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നിങ്ങളെ ആ ഒരു ഭയം നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ ഉണ്ടാവും. ഇത്തരം ബുദ്ധിമുട്ടുകൾ നീങ്ങണമെന്ന് വെച്ചിട്ട് എവിടെങ്കിലും ആരെങ്കിലും പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുർത്തദ്ദായി പോകും. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ അസുഖം മാറണം എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് പേക്കൂത്തുകൾ നമ്മൾ ചെയ്യരുത്. ആരെങ്കിലും പറയുന്നതും കേൾക്കുന്നതും ഒന്നും നമ്മൾ ചെയ്യാൻ പോകരുത്. ഇതെല്ലാം അനിസ്ലാമികമാണ്, ഇസ്ലാമികമല്ല, ഒരിക്കലും ഇസ്ലാമികമല്ല. ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇത്തരം പ്രയാസങ്ങൾ ഞാൻ എണ്ണിയ ഇത്തരം പ്രയാസങ്ങൾ അത് എന്തിൽ നിന്ന് വരുന്നതാണ്? സർപ്പത്തിൽ നിന്നോ സർപ്പദോഷത്തിൽ നിന്നോ പാമ്പിൽ നിന്നോ വരുന്നതല്ല, ഇത് പിശാചിൽ നിന്ന് വരുന്നതാണ്. ആദ്യം അത് മനസ്സിലാക്കണം. അത് ജിന്നുകളിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ആദ്യം അത് മനസ്സിലാക്കണം. എല്ലാ ജിന്നിനും ഏത് രൂപത്തിലേക്കും ആവാൻ കഴിയും. നല്ല ജിന്നുകളാവൂല, ചീത്ത ജിന്നുകളാണ് പാമ്പിന്റെ രൂപത്തിലേക്കാകുന്നത്. അത് സ്വപ്നത്തില് ചില ആളുകൾ പറയുന്നത് പാമ്പിനെ ഞങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അതെന്താണ്? അതൊക്കെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയാം, ഒരു മജ്‌ലിസിൽ വ്യക്തമായിട്ട് പറയാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് നീ ഭാഗ്യം അനുഗ്രഹിക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 സയ്യിദിയും മജ്‌ലിസ് ഈ ഒരു മജ്‌ലിസിൽ തന്നെയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. സംശയങ്ങളുള്ള ആളുകൾ, കുറേ ആളുകൾ സംശയങ്ങളാണ് സർപ്പദോഷം എന്നുള്ളത് എന്താണെന്ന്. അതാണ് ഇന്ന് നമ്മളോട് ക്ലിയർ ആക്കിയത്. അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. മൂർത്തികളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.